അതെ, എൻ്റെ ഫാമിലിയിൽ കൊച്ചി ഹനീഫ് അങ്കിളായിരുന്നു ഏറ്റവും എല്ലാവരും റോൾ മോഡൽ അങ്കിളായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഫാദർ, എൻ്റെ വാപ്പ, ഉമ്മ, എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. ഫാദർ ബിസിനസ് ചെയ്യണതാണ്, പിന്നെ സിസ്റ്റർ PG കോഴ്സ് പഠിക്കണതാണ്. എനിക്ക് ഏറ്റവും സപ്പോർട്ട് എൻ്റെ ഫാമിലിയാണ്. എൻ്റെ ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അങ്കിളെ പോലെ തന്നെ, ഉമ്മയുടെ ജ്യേഷ്ഠനെ പോലെ തന്നെ നല്ലൊരു നടനാണെന്നാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ കൊച്ചി ഹനീഫ് അങ്കിൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെങ്ങൾ എൻ്റെ ഉമ്മയായിരുന്നു. പുള്ളിക്ക് ഭയങ്കര കാര്യമായിരുന്നു എൻ്റെ ഉമ്മയോട്. അതുപോലെ തന്നെ തിരിച്ചും എൻ്റെ ഉമ്മാക്കും വലിയ കാര്യമായിരുന്നു കൊച്ചി ഹനീഫ് അങ്കിളെ. അതുകൊണ്ട് ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ പഠിച്ച ഒരു വലിയ ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെയൊന്നും ആവണമെന്നല്ല. ഉമ്മയുടെ ആഗ്രഹം ഞാനൊരു നടനാണെന്ന് തന്നെയാണ്. അത് സാധിക്കണമെന്ന് എനിക്കുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം അത് തന്നെയാണ്. എല്ലാ കലാകാരന്മാരെ പോലും വലിയൊരു നടനാവുക എന്നുള്ളത് തന്നെയാണ് ബാദുഷയുടെയും ആഗ്രഹം. നമ്മളിപ്പോൾ കേട്ടു. ഈ അപ്പൂസിനെ ഇപ്പോഴും നമ്മളെല്ലാവരും നെഞ്ചിലേറ്റ് നടക്കുന്നു. വഴിയിൽ എവിടെയെങ്കിലും കണ്ട് നിങ്ങൾ തിരിച്ചറിയാറുണ്ടോ ബാദുഷയെ, നമ്മുടെ അപ്പൂസിനെ? തീർച്ചയായിട്ടും എനിക്ക് ഇപ്പോഴും എന്നെ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. ചെറിയ പ്രായത്തിൻ്റെതായ ചെറിയ മാറ്റങ്ങൾ മുഖത്ത് വന്നിട്ടുണ്ടെങ്കിലും എന്നെ ആളുകൾ ഇപ്പോഴും തിരിച്ചറിയാറുണ്ട്. ചെറിയ താടി മീശയൊക്കെ കാര്യമായിട്ടില്ലെങ്കിലും ആളുകൾക്ക് ചെറുതായിട്ട് ചിലവർക്ക് മനസ്സിലാകാറില്ല. എന്നാലും ഇങ്ങനെ നോക്കിയ എൻ്റെ ഫേസിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയും. ഞാൻ ചിരിക്കുമ്പോഴത്തേക്ക് അവർ പറയും ബാദുഷ എന്നാണോ പേര്, ആ ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ള പയ്യനല്ലേ, കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ട്. ഇപ്പോഴും പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും എനിക്ക് അങ്ങനെ ഒരു അനുഭവം എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഫംഗ്ഷൻസിന് ചെല്ലുമ്പോഴും, അവിടെ ചെല്ലുമ്പോഴും, ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ചെല്ലും, എല്ലായിടത്തും എന്നെ എപ്പോഴും തിരിച്ചറിയുന്ന ആളുകളുണ്ട്. അതെൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കലാകാരന്മാരെ എന്നും നെഞ്ചിലേറ്റുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് നമ്മൾ മലയാളികളുടെ. പ്രത്യേകിച്ച് നമുക്കിഷ്ടപ്പെട്ട, നമ്മളുടെ പ്രിയപ്പെട്ട ഒരാളും കൂടിയാണെങ്കിൽ. അപ്പൂസിനെ പറ്റി പറയുമ്പോൾ എല്ലാ മലയാളികൾക്കും 100 നാവായിരിക്കും. നമ്മുടെ ഈ ബാദുഷയെ പറ്റിയാണെങ്കിൽ രണ്ടും ഒരാളായതുകൊണ്ട് തന്നെ. ഏതായാലും ബാദുഷയുടെ ഒരുപാട് കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ബാദുഷയ്ക്ക് എല്ലാവിധ ആശംസകളും നിങ്ങളുടെ പേരിൽ ഞാൻ അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.